വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയതിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. വിള്ളൽ കണ്ടെത്തിയ വീട്ടിൽ മന്ത്രി കെ രാജൻ പരിശോധന നടത്തിയത് നാടകമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. വീടുകൾ താമസയോഗ്യമല്ലാത്ത നിലയിലാണെന്നും ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപട്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചു കെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. ഇനിയുണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ എന്ന ആരോപണം മന്ത്രി വി ശിവൻകുട്ടി തള്ളി. വിള്ളൽ എന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അടുത്ത 5 വർഷത്തെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ഊരാളുങ്കലിനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു.